ദീനിന് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറയുമ്പോഴേക്കും ഞങ്ങളെ കൊണ്ട് ആവില്ല എന്ന് പറയല്ലേ. അസ്മാ റളിയല്ലാഹു അൻഹ അന്ന് ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ കെട്ടിവെക്കാൻ കയറ് കിട്ടുന്നില്ല. അപ്പോഴാണ് അരപ്പട്ടയായി ധരിച്ച ഒരു തോലിന്റെ ബെൽറ്റ് ഉണ്ട്. ആ ബെൽറ്റ് 2 ചീന്തായി ചീന്തിയെടുക്കുകയും ഒരു കഷ്ണം കൊണ്ട് ഭക്ഷണം കെട്ടുകയും ഒരു കഷ്ണം കൊണ്ട് ബെൽറ്റായി ഉപയോഗിക്കുകയും ചെയ്ത് ആ ഭക്ഷണം കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി ഗുഹയിലേക്ക് നടന്നു പോയതിനെ സംബന്ധിച്ച 2 ബെൽറ്റിന്റെ ഉടമയാണ്, 2 ബെൽറ്റുകളുടെ ഉടമയാണ് അസ്മാ റളിയല്ലാഹു അൻഹ. കരാട്ടന്റെ ബെൽറ്റല്ല, അരപ്പട്ട ധരിച്ചിരുന്ന വിലപിടിപ്പുള്ള ബെൽറ്റ് ഭക്ഷണം കെട്ടിവെക്കാൻ കയറ് കിട്ടാതെ വന്നപ്പോൾ മുറിച്ചെടുത്തതാണ്, 2 കഷ്ണമായി. അസ്മാ ബീവിയുടെ ചരിത്രം അവിടെ അവസാനിക്കുന്നില്ല. അസ്മാ ബീവിയുടെ പ്രിയപ്പെട്ട മോനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു സുബൈർ എന്നവർ കല്യാണം കഴിച്ചു. സുബൈർ എന്നവർക്ക് ജനിച്ച മോന് അസ്മാ ബീവിയിൽ ജനിച്ച മോനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അന്ന് അസ്മാ ബീവിക്ക് 95 വയസ്സായിരിക്കുന്നു. 95 വയസ്സ് കഴിഞ്ഞു. അസ്മാ ബീവിയുടെ കണ്ണുകൾ കാണാതെയായി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് വലിയൊരു ട്രാജഡി നടന്നു, ഒരു വലിയ ദുരന്തം. മക്കയിലൊരു യുദ്ധം നടന്നു. മറ്റൊന്നുമല്ല, മുസ്ലിമീങ്ങളുടെ ഒരു ഭരണാധികാരിയും അക്രമിയുമായിരുന്ന ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന അക്രമിയായ ഭരണാധികാരി, അദ്ദേഹം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരെ മക്കയിൽ തടങ്കലിലാക്കുകയുണ്ടായി. പ്രിയപ്പെട്ട ഉമ്മയോട് സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മോൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്ന ഈ സ്വഹാബി ഉമ്മയോട് വന്ന് പറഞ്ഞു, ഉമ്മാ, അസ്മാ ബീവിയോട് പറഞ്ഞു, ഉമ്മാ, ജനങ്ങളെ എന്താണ് ഉമ്മാ എന്നെ കൊണ്ട് ചെയ്യാൻ പോകുന്നത്? ജനങ്ങൾ എന്നെ കൊല്ലാൻ വരുന്നു ഉമ്മ. അള്ളാഹുവിന്റെ റസൂലിന്റെ മക്കയിലാണ് നടക്കുന്നത്. ഒക്കെ കേൾക്കുമ്പോൾ വലിയ വേദനയുണ്ട് നമുക്ക് ഈ ചരിത്രം പറയുമ്പോൾ. ഇസ്ലാമിക ചരിത്രത്തിന്റെ അത്ഭുതം അങ്ങനെയാണ്. ചില വലിയ ദുരന്തങ്ങൾ വരുമ്പോൾ റബ്ബേ ഇതിന് ശേഷം ഇനി ഒരു മോചനമില്ല എന്ന് തോന്നും. പക്ഷേ കലങ്ങി തെളിയും. വീണ്ടും ഒരു അപകടം വരുന്നു, കലങ്ങി തെളിയും. വീണ്ടും ഒരു അപകടം, കലങ്ങി തെളിയും. അങ്ങനെയാണ് ചരിത്രത്തെ അള്ളാഹു കൊണ്ടുപോകുന്നത്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ പറഞ്ഞു, ഉമ്മാ, അവരെന്നെ കൊല്ലുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. മോനെ അബ്ദുല്ലാഹി ഇബ്നു സുബൈറെ, നിന്റെ കയ്യിൽ സത്യമുണ്ടെങ്കിൽ മോനെ നീ എന്തിനാണ് പേടിക്കേണ്ടത്? ഇതൊരു നീണ്ട ചരിത്രമാണ്. ചുരുക്കി പറയാൻ അസ്മാ ബീവി ആരായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ ഉപദേശം മതിയെന്നാണ്. മോനോട് പറഞ്ഞ ഉപദേശം ഇതാണ്, മോനെ, നിന്റെ കയ്യിൽ സത്യമുണ്ടെങ്കിൽ ധീരമായി പോരാട് മോനെ, നീ രക്തസാക്ഷിയായി മരിക്ക്. ഉമ്മ നിന്നെ യാത്ര അയക്കുകയാണ്. ഇനി ഞാനും നീയും കണ്ടുമുട്ടില്ലെങ്കിൽ ഇതെന്റെ യാത്രയപ്പാണ് മോനെ. പരിശുദ്ധമായ കഅബാലയത്തിന്റെ അരികത്ത് നിന്നാണ് അസ്മാ ബീവിയെ കെട്ടിപ്പിടിക്കുന്നത് മോൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഉമ്മാ, എന്നെ കൊന്നുകളഞ്ഞതിന്റെ ശേഷം എന്നെ അവരെ വെട്ടി നുറുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മാ, ഞാനത് ഓർക്കുമ്പോൾ വിഷമിച്ചു പോകുന്നു. ഉമ്മ പറഞ്ഞു, അസ്മാ ബീവി പറഞ്ഞു, മോനെ, ആട് അറുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ആടിന്റെ തോല് കിഴിക്കുന്നതും ആടിനെ കഷ്ണം വെക്കുന്നതും ആരെങ്കിലും മൈൻഡ് ചെയ്യാറുണ്ടോ? അള്ളാഹ്ക്ക് വേണ്ടി മരിക്കുകയാണെങ്കിൽ അബ്ദുല്ലാ നീ എന്തിന് പേടിക്കണം? മോനെന്നരികത്തേക്ക് വാ. കണ്ണു കാണാത്ത 95 കഴിഞ്ഞ അസ്മാ ബീവി മോനെ ഒന്ന് അവസാനം കെട്ടിപ്പിടിക്കാൻ ഒരുങ്ങുകയാണ്. മോനെ, നീ ഒന്നരികത്ത് വാ, ലി അശുമ്മക്, നിന്നെ എനിക്കൊന്ന് മണക്കണം, ഒന്ന് ചുംബിക്കണം, നിന്റെ വാസന എനിക്കൊന്ന് കിട്ടണം. കെട്ടിപ്പിടിച്ചു സ്വന്തം മോനെ. യുദ്ധത്തിലേക്ക് പോവുകയാണ്. പരിശുദ്ധ മക്കയിലാണ് അത് നടക്കുന്നത്. കെട്ടിപ്പിടിച്ചപ്പോ മോന്റെ നെഞ്ചിലുണ്ട് പടയങ്കിയുണ്ട്, ഇരുമ്പിന്റെ വസ്ത്രമുണ്ട്, അന്നത്തെ വാളുകൊണ്ട് വെട്ടുകൊള്ളാതിരിക്കാൻ ധരിക്കുന്ന ആർമർ, ഇരുമ്പിന്റെ വസ്ത്രമുണ്ട്. മഹാദായ ബിനി, മോനെ ഇതെന്താണ്? അള്ളാഹ്ക്ക് വേണ്ടി ഷഹീദാകാൻ പോകുന്നവർ പടയങ്കി ധരിച്ചുകൊണ്ട് പോകുന്നവരല്ല മോനെ. നിനക്ക് മരിക്കാൻ പേടിയുണ്ടോ മോനെ? അസ്മാ ബീവി ചോദിക്കാൻ, എന്താ മോനെ നിന്റെ നെഞ്ചത്ത് നീ ധരിച്ചത്? ഉമ്മാ, അതെന്റെ പടയങ്കിയാണ്. അഴിച്ചു വെക്ക് മോനെ നിന്റെ പടയങ്കി. എന്തിനാ നീ പടയങ്കി ധരിക്കുന്നത്? ധീരമായി പോരാട് മോനെ. പടയങ്കിക്ക് പകരം 4-5 പൈജാമ, 4-5 പാൻസ് പോലെയുള്ള വസ്ത്രം നീ ധരിക്ക്. എങ്ങാനും നീ വധിക്കപ്പെടുകയും ഷഹീദാവുകയും നിന്റെ ഔറത്ത് കാണാൻ അവസരമില്ലാതിരിക്കുകയും ചെയ്യണമെങ്കിൽ നിന്റെ കാൽഭാഗം ശരിക്ക് മറക്ക്. അങ്ങനെ നീ കട്ടിയിൽ വസ്ത്രം ധരിക്ക്. നിനക്ക് പടയങ്കി വേണ്ട, ഇരുമ്പിന്റെ വസ്ത്രം വേണ്ട. അഴിച്ചു വെച്ചു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു. ആ മോനെ തലോടിക്കൊണ്ട് പറഞ്ഞു, മോനെ നീ പൊയ്ക്കോ, ഞാൻ ഉമ്മ എന്ന നിലക്ക് നിന്നോട് എനിക്ക് പൊരുത്തമേ ഉള്ളൂ.
അല്ലാഹുവേ, ഈ അബ്ദുല്ലാഹിബ്നു സുബൈർ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചതും കരഞ്ഞതും നിന്റെ ഖുർആൻ ഓതിയതും ഞാൻ നിന്നെ ബോധിപ്പിക്കുന്നു തമ്പുരാനെ. എന്റെ മോൻ അബ്ദുല്ലാഹിബ്നു സുബൈർ നിനക്ക് വേണ്ടി ചൂടുള്ള മക്കയിൽ നിനക്ക് വേണ്ടി സുന്നത്ത് നോമ്പെടുത്തത് ഞാൻ ഓർക്കുന്നു റബ്ബേ. എന്റെ മോൻ അബ്ദുല്ലാഹിബ്നു സുബൈർ പാതിരാവിൽ ഉറങ്ങാതെ എഴുന്നേറ്റ് നിസ്കരിച്ച നിസ്കാരങ്ങൾ അല്ലാഹുവേ ഞാൻ നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നു തമ്പുരാനെ. എന്റെ മോനെ നിനക്ക് തന്നു റബ്ബേ. എന്റെ മോനെ എനിക്ക് സ്വർഗത്തിൽ വേണം, അവന് നീ രക്തസാക്ഷിത്വം കൊടുക്കണമേ. ഹറമിലാണ് ദുആ ചെയ്തത്. മഹദി അസ്മാ ബിൻത് അബീ ബക്കർ സിദ്ദീഖ് എന്നവരുടെ മോള് 95 വയസ്സ് കഴിഞ്ഞതിന്റെ ശേഷം കണ്ണുപോലും വ്യക്തമായി കാണാത്ത പ്രായം അസ്മാ റളിയല്ലാഹു തആല അൻഹ അങ്ങനെയാണ് പോകുന്ന വഴിക്കൊക്കെ ബഹുമാനപ്പെട്ടവരെ പറഞ്ഞു, ഉമ്മ ലാ തഫ്തുരി അനി ദുആ, ഉമ്മ ദുആ ഇറക്കാതിരിക്കല്ലേ, ഉമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കരുത്, ഉമ്മ പ്രാർത്ഥിക്കണേ. ചെറുപ്പക്കാരെ മനസ്സിലാക്കുക, ചെറുപ്പക്കാരികൾ കുട്ടികൾ മനസ്സിലാക്കുക, ഉമ്മമാരുടെയും ഉപ്പമാരുടെയും ദുആ ദഅവത്തുൻ ലാ തുറദ്, അല്ലാഹു തട്ടിമാറ്റാത്ത ദുആയാണ്. അവരിൽ നിന്ന് നല്ല പ്രാർത്ഥനയാണ് നമുക്ക് ലഭിക്കേണ്ടത്. അവരോട് നല്ല നിലക്കാണ് നമ്മൾ പെരുമാറേണ്ടത്. ആ പ്രാർത്ഥന കിട്ടലാണ് ലോകത്തെ ഏറ്റവും വലിയ സൗഭാഗ്യം. അല്ലാഹു നമ്മുടെ മക്കൾക്ക് മാതാപിതാക്കളുടെ പൊരുത്തവും അവരുടെ സ്നേഹവും ലഭിക്കുന്ന മക്കളാക്കി അല്ലാഹു അവരെ മാറ്റിത്തരട്ടെ. വളർന്ന് വലുതായി സ്വന്തമായി നടക്കാനും ഓടാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും പ്രായമാകുമ്പോഴേക്കും തോന്നിയതുപോലെ കണ്ടവരുടെ കൂടെ ഓടിച്ചിട്ടും ഇറങ്ങി ഓടിച്ചിട്ടും അല്ലാതെയുമൊക്കെ വഴിവിട്ട് ജീവിക്കുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറിയെങ്കിൽ എന്താ നമുക്ക് പറയാനുള്ളത്? അസ്മാ ബീവി സ്വന്തം മോനെ പറ്റി അല്ലാഹുവിനോട് പറഞ്ഞ വാക്കെന്താണ്? റബ്ബേ, എന്റെ മോൻ പാതിരാവിൽ നിസ്കരിച്ചു റബ്ബേ, നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു തമ്പുരാനെ. നമ്മുടെ ഉമ്മമാർക്കത് പറയാൻ കഴിയോ? റബ്ബേ, എന്റെ മോൻ പാതിരാവുകളിൽ ഓവാലത്തിൽ കൂട്ടുകാരോടൊപ്പം ക്ലബിൽ പോയിരുന്നിട്ട് കള്ളു കുടിച്ച് നടന്ന രാവുകൾ എന്ന് നമ്മുടെ ഉമ്മമാർക്ക് പറയേണ്ടി വരില്ലേ? സ്വന്തം ഉമ്മമാർക്ക് മക്കളുടെ നന്മകൾ പറയാനൊക്കുമോ? അല്ലാഹുവേ, എന്റെ മോൻ പകലിൽ ചൂടുള്ള പകലുകളിൽ നിനക്ക് വേണ്ടി ചെയ്ത സുന്നത്ത് നോമ്പുകളെ നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു തമ്പുരാനെ. അസ്മാ റളിയല്ലാഹു അൻഹ. നമ്മുടെ മക്കളെ പറ്റി ഉമ്മമാർക്ക് അത് പറയാൻ കഴിയോ? നമ്മുടെ മക്കളെ പറ്റി അവരുടെ നന്മകൾ ഉമ്മമാർക്ക് എത്ര പറയാനുണ്ട്? ചെറുപ്പക്കാരാകുമ്പോൾ യുവാക്കളാകുമ്പോൾ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആ പ്രിയപ്പെട്ട മോനെ അല്ലാഹുവിനെ സമർപ്പിച്ചു എന്ന് മാത്രമല്ല, ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ സൈന്യം ബഹുമാനപ്പെട്ടവരെ വധിച്ചു കളഞ്ഞതിന്റെ ശേഷം 2 ആഴ്ചയോളം കുരിശിൽ തറക്കുകയാണ് ഉണ്ടായത്. മക്കയുടെ വഴിയിൽ ഒരു മരം കുരിശാക്കി വെച്ച് അതിൽ കൈകളും കാലും കെട്ടിവെച്ച് പക്ഷികൾ തിന്നുന്ന രീതിയിൽ മഹാനായ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കുരിശിൽ തറച്ച പോലെയാണ് അവർ കെട്ടിവെച്ചത്. ശത്രുത കൊണ്ട്, അധികാരത്തിന്റെ പേരിൽ. അന്നത്തെ പൊളിറ്റിക്സിന്റെ വിഷയമായിരുന്നു അത്. അതിന്റെ പേരിൽ അക്കോലത്തിൽ ആ വിഷയത്തിൽ അത്രയും ദാരുണമായി മഹാനായ സുഹാബിയെ ഒന്ന് മറവ് ചെയ്യാൻ പോലും കഴിയാതെ, കഫംപുടയിൽ പൊതിഞ്ഞ് ഒന്ന് മറവ് ചെയ്യാൻ പോലും പറ്റാതെ, മഹാനവരുടെ ഡെഡ് ബോഡി പോലും താഴെ ഇറക്കാൻ പറ്റാതെ നിർത്തിയപ്പോഴാ അസ്മാ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, മോനെ നിന്റെ മുമ്പിൽ ഒരു പ്രവാചകൻ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. മഹാനായ യഹ്യ ഇബ്നു സക്കരിയ്യ നബി അലൈഹിസ്സലാം. സക്കരിയ നബിയുടെ പ്രിയപ്പെട്ട മകൻ യഹ്യ നബി, ഇംഗ്ലീഷുകാരൻ ജോൺ എന്ന് വിളിക്കുന്ന യഹ്യ നബി അലൈഹിസ്സലാം, മഹാനായ അബ്ദുല്ലാഹിബ്നു സുബൈർ എന്നവർ കുരിശിൽ കിടക്കുമ്പോ മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളുടെ മോൻ അന്ന് ജീവിച്ചിരിപ്പുണ്ട്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പറഞ്ഞു, യാ അസ്മാ ഇത്തഖില്ലാഹ വസ്ബിരി, ക്ഷമിച്ചോളൂ അസ്മാ ബീവി, അല്ലാഹുവിനെ സൂക്ഷിച്ചോളൂ അസ്മാ ബീവി, വിഷമിക്കല്ലേ. ഞാൻ എന്തിന് ക്ഷമിക്കാതിരിക്കണം അബ്ദുല്ലാഹിബ്നു ഉമറേ? ഞാൻ കേട്ടിട്ടുണ്ടല്ലോ സക്കരിയ നബിയുടെ മകൻ യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ പരിശുദ്ധമായ തല അറുത്തു കൊണ്ടുപോയത്. അന്നത്തെ രാജാവ് യഹ്യാ നബിയുടെ തല അറുത്തു കൊണ്ടുപോയത് ആ രാജാവിന് പ്രേമമുണ്ടായിരുന്ന ഒരു വേശ്യാവൃത്തി ചെയ്തിരുന്ന ഒരു പെണ്ണിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു പ്രവാചകന്റെ തലർത്തു കൊണ്ടുപോയിട്ടില്ലേ? എൻ്റെ പ്രിയപ്പെട്ട മോനെ ഞാൻ അല്ലാഹുക്ക് സമർപ്പിച്ചിരിക്കുന്നു അബ്ദുല്ലാഹിബ്നു ഉമറേ. ഉമ്മാക്ക് വിഷമമില്ല. മഹദി അസ്മാ റളിയല്ലാഹു അൻഹ ധീരമായ മക്കളെ വാർത്തുവിട്ട ഉമ്മയാണ് അസ്മാ റളിയല്ലാഹു അൻഹ. നമ്മുടെ മക്കൾക്ക് ഇത്രയും നല്ല മാതൃകകൾ ഉമ്മമാർക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ മോളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ജീവിതത്തിന്റെ എല്ലാ വിഷമങ്ങളും അനുഭവിച്ച പെണ്ണാണവരെ. ഹബീബിന്റെ കൂടെ ജീവിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ എല്ലാ വിഷമതകളിലും കൂടെ നിന്നവർ.
സൂഖുദിൽ മജാസിൽ അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹി തുഫ്ലിഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ ജനങ്ങളെ, നിങ്ങൾക്ക് വിജയമുണ്ട്, നിങ്ങൾ വിജയിക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിക്കൂ എന്ന് ആ അങ്ങാടിയിൽ പറഞ്ഞു നടന്നപ്പോ ഓരോരുത്തരും വന്ന് അടിക്കുകയും ഹബീബിനെ പ്രഹരിക്കുകയും ചെയ്തപ്പോൾ നബിയുടെ തലയിലേക്ക് തണുത്ത വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുത്ത മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ നബിക്ക് അത്രയ്ക്ക് ഇഷ്ടമാവാൻ കാരണം അതാണ്. അവരുടെ ജ്യേഷ്ഠത്തിമാരൊക്കെ നേരത്തെ കല്യാണം കഴിഞ്ഞു പോയവരാണ്. എന്നാൽ ഹബീബിന്റെ കഷ്ടപ്പാട് കണ്ടു വളർന്ന മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം എന്തായിരുന്നു സ്ഥിതി? എത്ര ഭംഗിയുള്ള മോളായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആയിഷ ബീബി പറയുന്നുണ്ട്, ഹബീബിന്റെ വഫാത്തിന് ശേഷം ഫാത്തിമ നടന്നു വരുമ്പോൾ റളിയല്ലാഹു അൻഹ ഹബീബ് നടന്നു വരുന്ന പോലെ ഫാത്തിമ ബീവിയുടെ ചിരി അല്ലാഹുവിന്റെ റസൂലിന്റെ പുഞ്ചിരി പോലെ മനോഹരമായിരുന്നു. ഫാത്തിമ ബീവിയുടെ തൊലി നിറം അല്ലാഹുവിന്റെ റസൂലിന്റേതുപോലെയായിരുന്നു. അതിസുന്ദരിയായിരുന്ന, എന്നാൽ ഈമാനികമായ ഏറ്റവും വലിയ മഹത്വത്തിലേക്ക് ഉയർന്നു വന്ന മഹദി റളിയല്ലാഹു അൻഹ വീട്ടുവേല ചെയ്തിരുന്ന മഹദിയാണ്. മഹദി റളിയല്ലാഹു അൻഹ വീട്ടുവേല ചെയ്ത് പൊടി പുരണ്ടിട്ടുണ്ട്. അടുപ്പിൽ ഊതിയിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മുഖം കറുത്തുപോയിട്ടുണ്ട്. ഹദീസിൽ കാണാൻ കഴിയും. അലി തങ്ങളുടെ വീട്ടിൽ വെള്ളം കൊണ്ടുവരുന്ന പാത്രം ചുമന്നിട്ട് ഫാത്തിമ ബീവിയുടെ തോളിൽ കല വീണിട്ടുണ്ട്. മഹദി റളിയല്ലാഹു അൻഹയ്ക്ക് തഴമ്പുണ്ടായിട്ടുണ്ട്. ആർക്കാണിത്? മുത്തനബിയുടെ മോൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെങ്ങളെ, സഹോദരി, കല്യാണം കഴിഞ്ഞു പോകുമ്പോഴേക്കും സീരിയലിലും സിനിമയിലും കാണുന്ന പോലെ ഞാൻ കയ്യും കാലും കെട്ടി ഇരിക്കാൻ വന്നവളാണ്, ഞാനിവിടെ പണിയെടുക്കാൻ വന്ന നിങ്ങളുടെ വേലക്കാരിയല്ല എന്നൊന്നും പറയല്ല മോളെ. നിന്റെ മുമ്പ് ഇതൊക്കെ പറയാൻ അധികാരമുണ്ടായിരുന്നൊരു പൊന്നുമോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ അധ്വാനിച്ചവരാണ്. അവർക്ക് പറഞ്ഞുകൂടെ, ഞാൻ മുത്തുനബിയുടെ മോളല്ലേ, എന്നെ പറ്റിയല്ലേ നബി തങ്ങൾ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞത്? എന്താ ആ പ്രിയപ്പെട്ട മോള് അടുപ്പിലൂതിയിട്ട് മുഖത്ത് വെണ്ണീർ വന്ന് പുക വന്ന് മുഖത്തിന്റെ ശോഭ പോലും മങ്ങിപ്പോയിരുന്നു. ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വെള്ളം കൊണ്ടുവന്ന് ചുമന്നിട്ട് ചുമലിൽ തഴമ്പ് വീണിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് രണ്ട് മക്കളെ വളർത്തിക്കൊണ്ടുവന്നത്, അൽ ഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. ഈ കഷ്ടപ്പാടിന്റെ ഇടയിൽ കൈകളിൽ ആസുകല്ല്, ഗ്രൈൻഡറിന്റെ കല്ല് ഉരസിയിട്ട് കൈകളിൽ മുഴുവനും മുറിവായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക്. ആ കഷ്ടപ്പാടിനിടയിലാണ് സ്വർഗീയ യുവാക്കളുടെ നേതാക്കന്മാരായ രണ്ട് ബാലന്മാര്, മഹാന്മാരായ രണ്ട് സുഹാബിമാരെ, ഹബീബിന്റെ പേരക്കിടാങ്ങളെ ഉമ്മത്തിന് സമ്മാനിച്ചത് ഫാത്തിമ റളിയല്ലാഹു അൻഹ. കഷ്ടപ്പാടിനിടയിലാണ്, വിഷമങ്ങൾ സഹിച്ചുകൊണ്ടാണ് അൽ ഹസൻ വൽ ഹുസൈൻ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗീയ യുവാക്കളുടെ നേതാവ്, നിന്റെ മോളാം ഫാത്തിമ, നിന്റെ രണ്ട് മക്കളാണ് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല തർബിയത്ത് ചെയ്ത ഉമ്മയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. നമ്മുടെ പെണ്ണുങ്ങൾക്ക് മാതൃക അവരല്ലയോ മാതൃക. വഫാത്താകാൻ കിടക്കുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് വയസ്സ് 20 21 ആയപ്പോഴാണ്. 20 21 വയസ്സ്. ആ അത്രയും ചെറുപ്പത്തിൽ വഫാത്തായ മോളാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിയെക്കാളും 2 വയസ്സ് കൂടുതലാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക്. ആയിഷ ബീവിയെക്കാളും 2 വയസ്സ് കൂടുതലായിരുന്നു. ഹബീബായ നബി തങ്ങൾ വഫാത്തായി 6 മാസം കൊണ്ടല്ലേ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മോള് വഫാത്താകുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ വാപ്പ മരിച്ചുപോയതിന്റെ ശേഷം ചിരിച്ചിരുന്നില്ല ഫാത്തിമ റളിയല്ലാഹു അൻഹ. മരിക്കാനായപ്പോ വല്ലാത്ത വിഷമം വന്നു. ഉപ്പയെ കാണണമെന്ന് കൊതി തോന്നി തുടങ്ങി. 6 മാസമാണ് ഹബീബിന്റെ വഫാത്തിന് ശേഷം ഭൂമി ലോകത്ത് ജീവിച്ചത്. മരിക്കുമ്പോൾ 21 വയസ്സ്. അതൊക്കെ ഒരു മരിക്കാനുള്ള പ്രായമായിട്ടുണ്ടോ? കല്യാണ പ്രായമല്ലേ ആയിട്ടുള്ളൂ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വഫാത്താകാൻ പോകുമ്പോൾ തൊട്ടരികത്ത് നിൽക്കുകയായിരുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ അരികത്ത് നിൽക്കുന്ന അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, അസ്മാ ബീവി, അസ്മാ ബിൻതു ഉമൈസ് എന്നവരെ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്നു. ജഅഫർ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു അൻഹ. അസ്മാ ബീവിയോട് ചോദിക്കുന്നു, ഇത് സിദ്ദീഖ് എന്നവരുടെ മോൾ അസ്മാ ബീവിയല്ല, ഉമൈസ് എന്നവരുടെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹ, അസ്മാ ബിൻതു ഉമൈസ്. എന്താ ചോദ്യം എന്നറിയോ? ഫാഷനുകൾ മതിയാവാതെ,
ടെക്സ്റ്റൈൽസുകളിൽ കയറിയിട്ട് ഏറ്റവും മുന്തിയത്, ഏറ്റവും നല്ല മോഡല് 2, 3, 4 മണിക്കൂറുകൾ ഒരു ടെക്സ്റ്റൈൽസ് തന്നെ കയറിയിട്ട് മറിച്ചും തിരിച്ചും മറിച്ചും എടുത്തും മടക്കിയും വെച്ച് മതിവരാതെ തൊട്ടടുത്ത ഷോപ്പിൽ പോയി വീണ്ടും കയറി, മതിവരാതെ വീണ്ടും കയറി ഇറങ്ങി, ഇവിടുന്ന് പിന്നെ അങ്ങ് കോഴിക്കോട്ടേക്ക് വണ്ടി വിളിച്ചു പോയി, അവിടെ നിന്നും ഫാഷൻ മതിയാവാതെ അങ്ങ് തലശ്ശേരിയിൽ പോയിട്ട് ചുരിദാറ് കൊണ്ടുവരുന്ന പെണ്ണേ. മോഡലുകൾ എത്രയാണ് നമുക്ക് മോഡലിനെ സംബന്ധിച്ചുള്ള ഭ്രമം. ഏത് വസ്ത്രമാണ് വേണ്ടതെന്നറിയില്ല. ഒരു ഷോപ്പുകാരൻ്റെ മുഴുവൻ ഡ്രസ്സുകളും മുഴുവൻ അങ്ങ് താഴേക്ക് ഇട്ടുകൊടുത്താലും ഇതൊന്നും എനിക്ക് ഫാഷൻ പിടിച്ചില്ല എന്ന് പറയുന്ന പെങ്ങളെ ഒന്ന് ഓർത്തു നോക്കണേ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാൻ പോകുന്ന വാക്ക്, അസ്മാ ബീവി, എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു. എന്താണ് സങ്കടം? ഒന്നുമല്ല അസ്മാ, ഞാൻ ഈ അസുഖത്തിൽ മരിക്കുകയാണെങ്കിൽ, എൻ്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉപ്പ മരിക്കുമ്പോൾ ഞാനാണ് ഉപ്പയുടെ കൂടെ ആദ്യം വരാൻ പോകുന്നത്. എനിക്ക് ഈ രോഗത്തിൽ അല്ലാഹു മരണം നൽകുകയാണെങ്കിൽ, ഈ അസുഖത്തിൽ ഞാൻ മരിക്കുകയാണെങ്കിൽ, എൻ്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടിൽ ഒരു പലകയല്ലയോ, ഒരു പലകയിലല്ലയോ കൊണ്ടുപോകുന്നത്. ആ പലകയിൽ എന്നെ കടത്തിക്കൊണ്ടുപോകുമ്പോൾ സ്വഹാബികളായ ആണുങ്ങൾ എൻ്റെ ശരീരം പൊതിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ വണ്ണവും നീളവും അവർ കാണുകയില്ലയോ അസ്മാ? അത് പുരുഷന്മാർ കാണുകയില്ലയോ അസ്മാ? അത് ഓർത്തുകൊണ്ട് എനിക്ക് വല്ലാത്ത പേടി വരുന്നു, മരിക്കാൻ പേടി തോന്നുന്നു. എന്താ പേടി? മയ്യത്ത് കട്ടിലിൽ കൊണ്ടുപോകുമ്പോൾ, മയ്യത്ത് കഫൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ, ആ കഫൻ ചെയ്ത ശരീരം മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ സൈഡിൽ പലകകളോ മറയോ ഇല്ലാതെ കേവലം ഒരു പലകയുടെ മുകളിൽ മാത്രം കിടത്തിയാണെന്ന് ജനാസ കൊണ്ടുപോയിരുന്നത്. എനിക്ക് മടിയാവുന്നു അസ്മാ, ഞാനൊരു പെണ്ണല്ലേ, ചെറുപ്പക്കാരിയല്ലേ. എൻ്റെ ശരീരത്തിൻ്റെ നീളവും എൻ്റെ ശരീരത്തിൻ്റെ വണ്ണവും അന്യപുരുഷന്മാർ നോക്കിക്കാണില്ലയോ അസ്മാ? ഇത് പറഞ്ഞ മോളാണ് ഹബീബിൻ്റെ പ്രിയപ്പെട്ട മോൾ, 21 വയസ്സിൽ വഫാത്താകുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമ റളിയല്ലാഹു അൻഹ മഹദി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോഴാണ് അസ്മാ ബീവി പറഞ്ഞത്, എൻ്റെ പെങ്ങളെ, സഹോദരി, ഒന്നോർക്കണേ, പറയുന്നത് കല്യാണത്തിന് പോകുന്ന വസ്ത്രത്തെക്കുറിച്ചല്ല. അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ ആളുകൾ കാണുമോ അല്ലേ? ഇതല്ല വിഷയം. മരിച്ചു പോകുമ്പോൾ, ജനാസ കൊണ്ടുപോകുമ്പോൾ എൻ്റെ ജനാസയെ നോക്കി പുരുഷന്മാർ ഒരു പെണ്ണിൻ്റെ ശരീരം കാണുന്ന അവസ്ഥ വരികയില്ലയോ? അസ്മാ ബീവി പറഞ്ഞു, ഫാത്തിമ, എനിക്കൊരഭിപ്രായമുണ്ട്. ഞാൻ എത്യോപ്യയിലേക്ക് ഹിജ്റ പോയവരാണ്, എനിക്ക് എത്യോപ്യയിൽ പരിചയമുണ്ട്. അവിടുത്തെ ആളുകൾ ജനാസ കൊണ്ടുപോകുമ്പോൾ സൈഡിൽ പലകകൾ കൊണ്ട് മറച്ചു വെച്ച, തലഭാഗത്തും കാൽഭാഗത്തും മറവുള്ള ഒരു പെട്ടി പോലെ, എന്നാൽ മേൽഭാഗം മറക്കാതെ ഉള്ള ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടിലാണ് ഈ പറയുന്നത്. അങ്ങനത്തെ കട്ടിലിലാണ് അവർ ജനാസ കൊണ്ടുപോകുന്നത്. നിങ്ങൾ അങ്ങനെ കൊണ്ടുപോയാൽ എങ്ങനെയിരിക്കും? ഇഷ്ടമാകുമോ? ഒന്ന് കാണിച്ചു തരൂ അസ്മാ, എന്താ നിങ്ങൾ ഈ പറഞ്ഞത്? ഏതാനും ഈത്തപ്പനയുടെ പലകകൾ കൊണ്ടുവന്നു, മയ്യത്ത് കട്ടിൽ ഉണ്ടാക്കുന്ന പോലെ സൈഡിലും കാൽഭാഗത്തും തലഭാഗത്തും ചെറിയ പീസുകൾ വെച്ച്, വലിയ പീസുകൾ സൈഡിൽ വെച്ച് ഒരു പെട്ടി പോലെ ആക്കിയെടുത്തു. ഫാത്തിമ, ഇങ്ങനെ നിങ്ങളെ കടത്തിക്കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ ശരീരഭാഗം ആരും കാണില്ല. അത് മതിയോ? തൃപ്തിയായോ? റളീതു, എനിക്ക് തൃപ്തിയായി എന്ന് പറഞ്ഞ് ഫതബസ്സമത്. ഉപ്പയുടെ വഫാത്തിന് ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ ആദ്യവും അവസാനവുമായി ചിരിച്ചത്, ഞാൻ പോകുന്ന വാഹനം, എന്നെ കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടിൽ സൈഡിൽ മറവുകൾ ഉള്ളതാണല്ലോ എന്നറിഞ്ഞപ്പോഴാണ്. ഇസ്ലാമിക ലോകത്ത് ആദ്യമായി സൈഡിൽ തടയുള്ള മറവുള്ള മയ്യത്ത് കട്ടിലിൽ ആദ്യമായി പള്ളിക്കാട്ടിലേക്ക് യാത്ര പോയത് ഹബീബിന്റെ പൊന്നുമോളാണ്, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയാണ് റളിയല്ലാഹു അൻഹാ. അതുകൊണ്ട് അൽ-ഉമ്മഹാതു മഹാദിനുൽ അജിയാൽ, ഈ മാതൃകകൾ നമ്മുടെ മക്കൾ കൊച്ചുപ്രായത്തിൽ പഠിച്ച് അവരെ നല്ല ഉമ്മമാരായി, അച്ചടക്കമുള്ളവരായി, പുരുഷന്മാരുടെ അറ്റൻഷൻ സ്വീകരിക്കാൻ തുനിഞ്ഞു നടക്കുന്നവരല്ലാതെ, പുരുഷന്മാരെ ആകർഷിക്കണമെന്ന ലക്ഷ്യമില്ലാതെ, പുരുഷന്മാരുടെ മുമ്പിൽ അവര് സൗന്ദര്യകളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുന്നവരല്ലാതെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് അച്ചടക്കത്തോടെ ജീവിക്കുന്ന നല്ല മക്കളാണ് ഈ സമൂഹത്തിന് ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയത്. അവരാണ് ഈ സമൂഹത്തിന് ഉപകാരികളായ തലമുറകളെ കൈമാറി വന്നത്. അതുകൊണ്ട് ഉമ്മമാർ നന്നാവണം. ഉമ്മമാരിൽ ദീനീ ബോധമുണ്ടാവുകയും അവരല്ലാഹുവിനെ ഭയപ്പെടുന്നവരാവുകയും സ്വന്തം മക്കളെ, പെൺമക്കളെ, ആൺമക്കളെ ഒക്കെ അച്ചടക്കത്തിൽ വളർത്തുകയും ചെയ്ത് ദീനിന്റെ ചുണക്കുട്ടികളായി കൊണ്ടുവരാൻ കഴിയുന്നത് ഉമ്മമാർക്കാണ്. ഈ ദീനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിജയത്തിന്റെ വഴിയിലെ അവസാനവും പ്രധാനവുമായൊരു തത്വമാണ്. അല്ലാഹു നമ്മുടെ പെൺമക്കൾക്ക് ഏറ്റവും നല്ല ഇൽമും തഖ്വയും ഈമാനും
ഹയാഉം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മാപ്പുതാ. അല്ലാഹ്, ഞങ്ങൾക്ക് മാപ്പുതാ തമ്പുരാനെ. ഞങ്ങൾ അറിഞ്ഞതും അറിയാത്തതും അല്ലാഹുവേ, ഞങ്ങൾ മറന്നുപോയ തെറ്റുകൾ പോലും നീ മറക്കുകയില്ലല്ലോ റബ്ബേ. ലാ തഖുദുഹു സിനതും വലാ നൗം. ഞങ്ങൾക്ക് മാപ്പാക്കിത്ത അല്ലാഹ്, റമളാനിലൂടെ നീ ഞങ്ങൾക്ക് പുറത്തു തന്നത് അല്ലാഹുവേ അത് നിലനിർത്തി തരണേ തമ്പുരാനെ. നിന്റെ മഗ്ഫിറത്ത് ഞങ്ങൾക്ക് നിലനിർത്തിത്താ തമ്പുരാനെ. ഇത്ഖും മിനന്നാർ ഞങ്ങൾക്ക് നിലനിർത്തിത്താ തമ്പുരാനെ. അടുത്ത ഒരു റമളാൻ വരേക്കും നിന്റെ സംരക്ഷണത്തിലാക്കണേ റബ്ബേ. അല്ലാഹുവേ, കൈകാലുകളെ സൂക്ഷിക്കാൻ തൗഫീഖ് താ റബ്ബേ. ഞങ്ങളുടെ കണ്ണുകൾ സൂക്ഷിക്കാൻ തൗഫീഖ് താ തമ്പുരാനെ. ഞങ്ങളുടെ കാതുകൾ സൂക്ഷിക്കാൻ തൗഫീഖ് താ റബ്ബേ. ഞങ്ങളുടെ നാവുകളിലൂടെ കലിമത്തു ത്വയ്യിബ, നന്മയുടെ വചനങ്ങൾ കാണിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഉമ്മത്തിൽ നീ എപ്പോഴും ഇൽഫത്തും ഐക്യവും അഖണ്ഡതയും നിലനിർത്തി തരണേ തമ്പുരാനെ. അർഹമുർ റഹീമായ മാലിക്കുൽ മുലൂക്കായ തമ്പുരാനെ, നിന്നെ മാത്രം തൃപ്തിപ്പെടുത്തി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. നന്മക്കുള്ള ഒരു വഴിയും നഷ്ടപ്പെടുത്താതെ എല്ലാ നന്മയിലേക്ക് മുന്നിട്ടിറങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, നിന്റെ ദീനിലേക്ക് ദഅവത്ത് ചെയ്യാനുള്ള തൗഫീഖ് താ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മഹദിമാരെ മാതൃകാ മഹദിമാരാക്കി മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങൾ ഈ ചർച്ച ചെയ്ത ഈ വിഷയങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ അവസരം നൽകണേ അല്ലാഹ്. രോഗികളാണ് റബ്ബേ ഞങ്ങളിൽ പലരും, നീ തന്നെ ശിഫ നൽകണം തമ്പുരാനെ. അല്ലാഹുവേ, ഈ വേങ്ങരയിലും പരിസരത്തും ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ, കേരളത്തിലുടനീളം ഹോസ്പിറ്റലുകളിൽ കിടക്കുന്ന രോഗികളുണ്ട് റബ്ബേ. ഞങ്ങളുടെ നാട്ടുകാരുണ്ട്, ഈ പ്രദേശത്തുകാരുണ്ട്, അല്ലാത്തവരുണ്ട്. അവർക്കൊക്കെ ശിഫ കൊടുക്കണേ അല്ലാഹ്. മാരക രോഗങ്ങൾ തരല്ലേ റബ്ബേ. രോഗശയ്യയിൽ ഒന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ എനിക്കൊന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ആ വഅദിന് പോകുമായിരുന്നുവെന്ന് മനസ്സുകൊണ്ട് കൊതിക്കുന്ന എത്രയോ രോഗികൾ വീടുകളിലും ഹോസ്പിറ്റലിലും കിടക്കുന്നവരുണ്ടാകാം. അല്ലാഹുവേ, ഞങ്ങൾക്കും അവർക്കും നീ ഈ സദസ്സിന്റെ എല്ലാ പുണ്യവും നൽകണേ തമ്പുരാനെ. ദുആഇന് ഉത്തരമുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബക്കാരിൽ സുഹൃത്തുക്കളുടെ കുടുംബങ്ങളിൽ മരിച്ചുപോയവർ, ഈ അടുത്ത ദിവസങ്ങളിൽ മരിച്ചുപോയവർ, അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ. പുറത്തു കൊടുക്കണേ തമ്പുരാനെ. മാപ്പ് കൊടുക്കണേ റബ്ബേ. ഖബറുകളെ സ്വർഗ്ഗത്തോപ്പാക്കണേ റബ്ബേ. അല്ലാഹുവേ, എത്ര ചെറുപ്പക്കാരാ റബ്ബേ ആക്സിഡന്റുകളിൽ മരിച്ചു പോകുന്നത്. വളരെ പെട്ടെന്ന് അസുഖമായി വന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്നു. എത്രയെത്ര രോഗികളാണ് കൊല്ലങ്ങളോളം മരിക്കാതെ കിടക്കുന്നത്. അല്ലാഹുവേ, നീയാണ് ആജാലുകൾ നിർണയിച്ചത്, നീ തന്നെയാണ് അർസാഖുകൾ നിർണയിച്ചത് റബ്ബേ. ഞങ്ങൾക്ക് ആയുസ്സിൽ ബറക്കത്തും അമലിന് തൗഫീഖും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മാരക രോഗം കൊണ്ട് പരീക്ഷിക്കല്ല റബ്ബേ. ക്യാൻസറും ട്യൂമറും അതുപോലെ കിഡ്നി ഫെയിലിയറും പോലെയുള്ള പ്രയാസങ്ങളൊന്നും വരുത്തല്ലേ തമ്പുരാനെ. ഞങ്ങൾ അറിയുന്നതും അറിയാത്തതുമായ രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ പരീക്ഷിക്കല്ലേ റബ്ബേ. മാതാപിതാക്കളെ പരീക്ഷിക്കല്ലേ റബ്ബേ. ഭാര്യ സന്തതികളെ പരീക്ഷിക്കല്ലേ റബ്ബേ. ഞങ്ങളുടെ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നവർ, ഞങ്ങളോടൊപ്പം ദീനിന്റെ ദഅവത്തിൽ കൂടെ പ്രവർത്തിക്കുന്നവര്, അർഹമുർ റഹീമായ റബ്ബേ, ഈ സദസ്സിലേക്ക് വന്ന ആളുകളെ ഞങ്ങളാരെയും പരീക്ഷിക്കല്ലേ തമ്പുരാനെ. ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കുന്നവർ, അവരാരെയും പരീക്ഷിക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, ആയുസ്സോടുകൂടെയുള്ള സ്വന്തം കാര്യം ബാത്റൂമിൽ പോകുന്നതടക്കം സ്വയം നിർവഹിച്ച് മരണം വരെ ആഫിയത്തോടെ കഴിയാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. അല്ലാഹുവേ, എന്തെല്ലാം അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും നിന്നോട് ചോദിക്കാനുണ്ടെങ്കിലും അതിലേറ്റവും വലുത് നീ ഞങ്ങൾക്ക് ഈമാൻ തന്നനുഗ്രഹിക്കണമെന്നാണ്. മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോവാത്ത ഉറപ്പുള്ള ഈമാൻ നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഏതെങ്കിലും ഒരാളിന്റെ പ്രസംഗം കേൾക്കുമ്പോഴേക്കും വസ്വാസായി പോകുന്ന, യുക്തിവാദത്തിലേക്ക് പോകുന്ന, ബിദ്അത്തിലേക്ക് പോകുന്ന അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലേ റബ്ബേ. അത്തരം വാക്കുകളൊന്നും കേൾക്കാനിട വരുത്തല്ലേ തമ്പുരാനെ. നന്മ മാത്രം കേൾക്കാനും അറിയാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ ഇസ്തിഖാമത്തിൽ നിർത്തണേ തമ്പുരാനെ. നിന്റെ പരിശുദ്ധ ഹബീബിന്റെ മുഖം കണ്ട് മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഹബീബിനെ കാണിക്കണേ റബ്ബേ. മനാമിൽ കാണിക്കണേ തമ്പുരാനെ. ഒരുപാട് തവണകൾ കാണിക്കണേ റബ്ബേ. ആ ഹബീബിന്റെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. ഹബീബിന്റെ ശഫാഅത്ത് കൊണ്ട് നാളെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അവിടുത്തെ കൈ കൊണ്ട് അല്ലാഹുമ്മ റസുഖ്നാ ശർബതൻ ലാ നദ്മഉ ബഅദഹാ അബദാ, ഒരിക്കലും ദാഹം വരാത്ത ആ ഒരു കപ്പ് വെള്ളം ഹബീബിന്റെ കൈ കൊണ്ട് ഹൗദുൽ കൗസർ കൊണ്ട് കുടിപ്പിക്കണേ തമ്പുരാനെ. സ്വർഗത്തിലേക്ക് കടത്തണേ അല്ലാഹ്. തെറ്റ് ചെയ്തവരാണ് അല്ലാഹ്, പാപങ്ങൾ ചെയ്തവരാണ് അല്ലാഹുവേ. നീ മാപ്പ് തന്നില്ലെങ്കിൽ ആരാണ് റബ്ബേ ഞങ്ങൾക്ക് മാപ്പ് തരുന്നത്? റബ്ബേ, ഞങ്ങളോട് നീ ക്ഷമിക്കണം തമ്പുരാനെ.
സ്വർഗത്തിലേക്ക് എത്തിക്കണേ റബ്ബേ. ഇവിടെ സദസ്സിൽ മണിക്കൂറുകളോളം ഇരുന്നത് നീ അതിന് നിമിത്തമാക്കണേ തമ്പുരാനെ. നാളെ സ്വർഗലോകത്തെ ജന്നത്തുൽ ഫിർദൗസിലെ അൽവാദിൽ അഫീഹിൽ വെച്ച് സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നീ നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുന്ന നേരത്ത് നിന്റെ തിരുദാത്ത് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നിന്നെ കണ്ണ് നിറയെ കാണാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളുടെ ഖബറിടം സ്വർഗത്തോപ്പാക്കണേ റബ്ബേ. ഉപ്പമാർ ഉമ്മമാർ മരിച്ചുപോയവരുണ്ട്, അവരൊക്കെ ഖബറിടം ഈ നാടിന്റെ പരിസരങ്ങളിൽ പരിസര പ്രദേശങ്ങളിൽ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന അല്ലാഹുവേ, ഈ നാട്ടുകാരായ മുഅ്മിനാത്തുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ കിടക്കുന്നവർ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ അംവാസികളായ മരിച്ചുപോയ ആളുകളുടെ ഖബറിടങ്ങളെ സ്വർഗത്തോപ്പാക്കി കൊടുക്കു റബ്ബേ. അദാബ് ഉയർത്തി കൊടുക്കണേ റബ്ബേ. ആ വീട് ദുന്യാവിൽ ജീവിച്ച വീടിനേക്കാളും ശോഭയുള്ള വീടാക്കി കൊടുക്കണേ തമ്പുരാനെ. മരിക്കുന്ന നേരത്ത് മുഖത്തിന് ശോഭ നൽകണേ റബ്ബേ. നെറ്റിത്തടത്തിൽ വിയർപ്പ് നൽകണേ റബ്ബേ. കലിമ ചൊല്ലാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ വഖാതിമതനാ ഫിൽ ഉമൂരി കുല്ലിഹാ വഅജ്ർനാ മിൻ ഖിസിയിദ് ദുനിയാ വഅദാബിൽ ആഖിറ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وبفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على